നിങ്ങൾ ഈ ആദ്യം പറയുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ പടം കണ്ടതാണ്. നമ്മുടെ പ്രായം കൂട്ടി പറയുന്നു, ചെറിയ പേടിയുണ്ട്. ഇല്ല അങ്ങനെയല്ല. നാടകങ്ങളൊക്കെ മാത്രം ചെയ്തു വന്നിട്ടുള്ള ഒരാളായിരുന്നുകൊണ്ട് ക്യാമറ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഇൻറ്റിമിഡേറ്റിംഗ് എക്വിപ്മെൻറ്റ് ഫോർ മീ. ഇതിൻ്റെ മുമ്പിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുമായിരുന്നു ക്യാമറ. അപ്പോൾ ആനന്ദത്തിലെ ക്രൂവും എസ്പെഷ്യലി എൻ്റെ ഡയറക്ടർ ഗണേഷ് രാജും അത് ഷൂട്ട് ചെയ്ത ആനന്ദ് സി ചന്ദ്രൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ആ പേടി മാറ്റി തന്നത്. ഷാറുഖിനെ ചോദിച്ചു, എന്നെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഡു യു ലൈക്ക് ടു ഡ്രിങ്ക് കോഫി? യെസ്, ഐ ലൈക്ക് ടു ഡ്രിങ്ക് കോഫി. ഷാറുഖിൻ്റെ കൂടെ ഇരുന്ന് കോഫി കുടിച്ച് he asked me about my life and my journey. അവർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. യു ആർ ദി ഓൺലി പേഴ്സൺ ഇൻ ദ ഹോൾ വേൾഡ് ഫോർ ഹിം. ഇറ്റ്സ് എ മാർക്ക് ഓഫ് എ ജെന്റിൽമാൻ. ഇറ്റ്സ് എ മാർക്ക് ഓഫ് എ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ് / ആക്ടർ. ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും കോൺഷ്യസ്ലി റോന്ത് അവിടെ കിടപ്പുണ്ടല്ലോ, അതിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലെ ആവരുതല്ലോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം നമുക്ക് ഇത് ആക്ച്വലി സിമിലർ ക്യാരക്ടേഴ്സേ അല്ല, രണ്ടുപേരും പോലീസ് യൂണിഫോം ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇടിയെന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ കുഴിക്കാത്ത വീണത്. എന്നെ കൊണ്ടല്ല, എന്നെ ചേസ് ചെയ്തപ്പോൾ ഞാൻ റൈറ്റ് അടുത്ത് ഇങ്ങനെ നിന്ന് ഫുള്ളി സൈറ്റ് ആയിട്ട് പോയിട്ട് ഒരു ഞാൻ നല്ല സ്പീഡിലാണ് ഓടി വന്നത്. ഇത് ശരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എന്റെ തല വരെ ഡിസപ്പിയർ ആയി, അത്രയും ആഴമുണ്ട് കുഴിക്ക്. ശ്രുതിയുടെ കൂടെയാണ് നമുക്ക് പറയാൻ. എനിക്ക് ശ്രുതിയുടെ കൂടെ ഹസ്ബൻഡായിട്ട് അങ്ങനെയും പറയാം. അല്ലേ, എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഫിഗർ അങ്ങനെയൊക്കെ തന്നെ. മലയാളത്തിൽ പുതുതായിട്ട് റിലീസാവാൻ പോകുന്ന ക്രൈം ത്രില്ലർ പടം ഉയർ മൂവി ടീമാണ് ക്ലബ് എഫ് എമ്മിൽ ആദർശനോടൊപ്പം. റോഷൻ മാത്യു, ശ്രുതി, വിനോദ് സാഗർ, വെൽക്കം ടു ക്ലബ് എഫ് എം. താങ്ക് യു. ഓക്കെ, റോന്തിന് ശേഷം വീണ്ടും ഒരു പോലീസ് വേഷം. എന്താണ് ഈ ഒരു കഥ എടുക്കാനായിട്ടുള്ള റീസൺ? എനിക്ക് ഇതിൻ്റെ ഈ കഥയുടെ നാരറ്റീവ് ഫ്ലോ ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിട്ട് തോന്നി. കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നൊരു കഥ. പിന്നെ ഒരു ഭയങ്കര ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിനെക്കാട്ടിലും ഇതിനകത്ത് രസമുള്ളൊരു ഹ്യൂമൻ ഒരു ഇമോഷണൽ ആംഗിളൊക്കെ ഉണ്ട് എന്ന് തോന്നി. ഇറ്റ്സ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. അപ്പോൾ ശരിക്കും ഈ കഥ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പോലീസ് ഓഫീസർ അൻഷാദ് എന്ന് പറഞ്ഞിട്ട്, അൻഷാദിനാണ് ഇപ്പോൾ സ്റ്റോറി ക്രെഡിറ്റ് ഈ പടത്തിൽ കിടക്കുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്നാണല്ലേ? അതെ. അപ്പോൾ അൻഷാദ് സർ തന്നെ പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ ഈ കഥ കേൾക്കുന്നത്. മൈ ഫസ്റ്റ് നരേഷൻ വാസ് ഫ്രം ഹിം ഡയറക്ട്ലി. അപ്പം അങ്ങനെ ഒരു ഇമോഷണൽ ഹുക്ക് അതിൽ വീണു. പിന്നെ കുറച്ച് നാളായിട്ട് പപ്പേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഞങ്ങൾ ഇതിനു മുമ്പ് 1-2 പ്രോജക്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കഥയിൽ മറ്റ് ക്യാരക്ടേഴ്സും ഒക്കെ കുറച്ച് എക്സൈറ്റിംഗ് ആൾക്കാരായിട്ടൊക്കെ തോന്നി. അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം. അടിപൊളി. ശ്രുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഞാനൊക്കെ ടി വിയിൽ ആങ്കറായിട്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കിസ്മത്ത് പോലുള്ള പടങ്ങളിൽ ഗംഭീര പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്പായിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മൂവിയിലേക്ക് വരുമ്പോൾ എത്രത്തോളം ഡിഫറെൻ്റ് ആണ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ? കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഈ മൂവിയിൽ ആകെ ഗ്ലാമറൈസ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ഇറ്റ്സ് വെരി വെരി ഡിഫറെൻറ്റ്. നോക്കുകയാണെങ്കിൽ അമ്മ റോളാണ്. അതെ, അമ്മ റോളാണ്. പക്ഷേ അതല്ല സെൻട്രൽ പോയിന്റ് ഓഫ് ദ ക്യാരക്ടർ. പക്ഷേ എങ്കിലും ഒരു വളരെ ഒരു ഫ്രം ദ ലോ സൊസൈറ്റി ആൻഡ് അധികം കപ്പാസിറ്റി ഒന്നും ഇല്ലാത്തൊരു ഫാമിലിയിൽ നിന്നാണ് ഈ ക്യാരക്ടർ ശോഭ. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ഓക്കെ, വിനോദ് സാഗർ ബ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്രോനെ ആദ്യം നോട്ട് ചെയ്യുന്നത് രാക്ഷസ മൂവിയിലാണ്. നിങ്ങൾ ഈ ആദ്യം പറയുമ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട്. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങളുടെ പടം കണ്ടതാണ്. നമ്മുടെ പ്രായം കൂട്ടി പറയുന്നു, ചെറിയ പേടിയുണ്ട്. ഇല്ല അങ്ങനെയല്ല. ഞാൻ ആദ്യം കണ്ട മീൻസ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം. ഓക്കെ, അപ്പോൾ ഞാൻ അന്നാണ് ബ്രോനെ ആദ്യമായിട്ട് നോട്ട് ചെയ്തത് ഏത് നടനാണ് എന്നൊക്കെ പറഞ്ഞ സാറിൻ്റെ ക്യാരക്ടർ. പിന്നീട് അതിനുശേഷം 5-6 മലയാളം മൂവീസിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതെ, പിന്നെ ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്ന ബ്ലാസ്റ്റിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ മൂവിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റിംഗിലേക്ക് വന്നത് എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള അത്രയ്ക്കും ഞാൻ ആർട്ടിസ്റ്റ് ആയിട്ടില്ല. എന്നെ വിളിക്കുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, വേറെ ഒന്നുമില്ല. അത്രയ്ക്ക് തരിഞ്ഞും ആ പ്രൊമോഷൻ ഇനിയും കിട്ടിയിട്ടില്ല. സോ അവർ വിളിക്കുന്നതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ എൻ്റെ കരിയറിൽ ഇത് ഒരു വലിയ മൂവിയാണ്. കാര്യം വെച്ചാൽ ഈ മിക്കവാറും എല്ലാ മൂവിയിലും ഒരു ചെറിയ പോർഷൻ ഉണ്ടാവും. എനിക്ക് ചെറിയതായിട്ട് വന്നാലും അതിൻ്റെ ഇമ്പാക്റ്റ് മൂവി ഫുള്ളായിട്ട് ഉണ്ടാവും. പക്ഷേ പോർഷൻ എന്ന് പറഞ്ഞാൽ ചെറിയതാണ്. പക്ഷേ ഈ മൂവിയിലാണ് ഒരു ലെങ്തായ ഒരു പോർഷൻ കിട്ടിയത്. ഓക്കെ, ബ്രോ ആക്ച്വലി തമിഴ്നാടാണോ കേരളമാണോ സ്ഥലം? ലൈക്ക് 2 ലാംഗ്വേജും നല്ലപോലെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചാൽ. ഇല്ല, എനിക്ക് എൻ്റെ ഓറിജിൻ ഇവിടെയാണ്. കംപ്ലീറ്റ്ലി മലയാളിയാണ്. സോ
നാട് എൻ്റെ കൊല്ലമാണ്. കൊല്ലമാണ്. ഓക്കെ. അമ്മ പാലക്കാടാണ്. സോ ഇങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത്. സോ എൻ്റെ വൈഫ് കോഴിക്കോടാണ്. സോ അതുകൊണ്ട് കേരളം ഫുള്ള് ഉണ്ട്. ഫുള്ളാ സ്പ്രെഡ് ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു 2-3 ജനറേഷനായിട്ട് ഞാൻ ചെന്നൈയിലാണ് പഠിച്ചു വളർന്നില്ല. സോ മലയാളം ഇങ്ങനെ സംസാരിക്കും തട്ടിമുട്ടിയും, പക്ഷെ വായിക്കാൻ അറിയത്തില്ല. തമിഴിലാണ് ശരിക്കും പറഞ്ഞത്. ഓക്കെ ബ്രോ. റോഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ച്വലി ആനന്ദം ഇറങ്ങിയിട്ട് 10 വർഷം ആവുകയാണ്. 2016 ആണ് ആനന്ദം ഇറങ്ങുന്നത്. ശരിക്കും ഞാനൊരു ഫ്ലൈറ്റിൽ കയറ്റി 2016 ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദം മൂവിയിലെ ഒരു ഫേവറേറ്റ് മെമ്മറി എടുക്കാൻ പറഞ്ഞ ഏത് പറയും? ആനന്ദം മൂവിയിൽ എനിക്ക് ക്യാമറയോടുള്ള പേടി മാറിയത് ആ സിനിമ ഷൂട്ട് ചെയ്തപ്പോഴാണ്. അതിന് മുമ്പ് ഞാൻ 2 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പുതിയ നിയമവും അയ്യപ്പേരെ കൂട്ടുമണി. അപ്പോൾ ഞാൻ നാടകങ്ങളൊക്കെ മാത്രം ചെയ്തു വന്നിട്ടുള്ള ഒരാളായിരുന്നുകൊണ്ട് പിന്നെ ഈ സിനിമ അങ്ങനെ ക്യാമറ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തൊരു ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇറ്റ് വാസ് എ വെരി ഇൻറ്റിമിഡേറ്റിംഗ് എക്വിപ്മെൻറ്റ് ഫോർ മീ. ഇതിൻ്റെ മുമ്പിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുമായിരുന്നു ക്യാമറ. അപ്പോൾ ആനന്ദത്തിലെ ക്രൂവും എസ്പെഷ്യലി എൻ്റെ ഡയറക്ടർ ഗണേഷ് രാജും അത് ഷൂട്ട് ചെയ്ത ആനന്ദ് സി ചന്ദ്രൻ, ഇവർ രണ്ടുപേരും കൂടിയാണ് ആ പേടി മാറ്റി തന്നത്. ദാറ്റ് ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ക്യാൻ ഇഗ്നോർ എന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ അറിയാതെയാണ് ശരിക്കും ആനന്ദത്തിലെ പല പോർഷൻസും ആനന്ദായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഭയങ്കര നോൺ ഇൻട്രൂസീവ് ആയിട്ടുള്ള ക്യാമറ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ മാറിയപ്പം കൂടെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരുമായിട്ടുള്ള ആ ജേർണിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെയാണ് ആ സിനിമയിലെ ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസിൻ്റെ ഒരു ഋതമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ വി വർ ഓൾ ലൈക്ക് ടു ഫ്രഷ്, ടു ന്യൂ, നമുക്ക് ഹാൻഡിൽ ചെയ്യാനേ പറ്റാതായി പോയേനെ. അപ്പം അതാണ് അതിലെ ഏറ്റവും നല്ല ടേക്ക് അവേ ഇപ്പം ആലോചിക്കുമ്പോൾ. അന്നതൊന്നും തോന്നിയിരുന്നില്ല. ഓക്കെ, ഇത് നമുക്ക് കിട്ടിയൊരു കാര്യമാണ്. അതല്ലാണ്ട് അന്നത്തെ ഒരു മെമ്മറി, നിങ്ങൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഫൺ മൊമെന്റോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? ഒരുപാടുണ്ട് ആക്ച്വലി. അത് അങ്ങനത്തെ ഒരു എടുത്തു പറയാനായിട്ട് ഞങ്ങൾ ബേസിക്കലി കാഞ്ഞിരപ്പള്ളിയിൽ ഷൂട്ട് തുടങ്ങി. അവിടുന്ന് 2 ബസ്സിലായിട്ടാണ് ഈ സിനിമയിലെ ക്രൂവും കാസ്റ്റും സഞ്ചരിക്കുന്നത്. നമ്മൾ അവിടുന്ന് ആദ്യം മൈസൂർ പോയി, മൈസൂരിൽ നിന്ന് പിന്നെ ഹംപി പോകണം. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് സിനിമയിൽ ഇവർ യാത്ര ചെയ്യുന്നതായിട്ട് കാണിക്കുന്ന ബസ്സിലേക്ക് തന്നെ എല്ലാവരും കയറും. പുറകെ വേറൊരു ബസ്സും കൂടെ ഉണ്ട് ക്രൂവിനൊക്കെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ബസ്സുകൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ വി ഹാവ് ടു ഫിഗർ ഔട്ട് ആ ഡിന്നർ ഓൺ ദ വേ അങ്ങനത്തെ. അപ്പോൾ ഹംപി എത്തുന്ന വഴിയിൽ കുറച്ച് വിജനമായിട്ടുള്ള റോഡുകളും ഒക്കെ. അപ്പോൾ രാത്രി വലിയ നിഗൂഢതയൊന്നുമില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡൊന്നും കിട്ടാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഹംപി എത്തിക്കഴിഞ്ഞാലും ഒന്നും കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പുള്ള പുറകിലുള്ള ബസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ, ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാഫിക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരു കാറിൽ കയറി അവർ കുറച്ച് മുമ്പേ പോയി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അവർ മുമ്പിൽ പോയിട്ടൊരു ധാബ കിട്ടി. പക്ഷെ ആ ധാബയിൽ ഇത്രയും 10-60ഓളം ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാനും മാത്രമുള്ള സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല അവർ. അപ്പോൾ ഈ ക്രൂവിലുള്ള കുറേ ആൾക്കാർ ഷാഫിക്കയുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ കയറി അവരുടെ കയ്യിലുണ്ടായിരുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് അവിടെ കുക്ക് ചെയ്ത് തുടങ്ങി. അപ്പം ഞങ്ങളുടെ ബസ് അവിടെ എത്തുമ്പോഴത്തേക്കിനും ഞങ്ങൾ പടത്തിൻ്റെ ക്രൂവിലെ ആൾക്കാരെല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഞങ്ങൾക്ക് തന്നെ കഴിക്കാനായിട്ട്. അപ്പം അത് ഈ ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും കൂടെ എനിക്ക് തോന്നുന്നു ആദ്യം ഒന്നിരുന്ന് ലൈക്ക് ഒരു ഫുൾ പ്രോപ്പർ ബോണ്ടിങ് സെഷൻ വിത്ത് എവ്രിബഡി അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു നല്ലൊരു ഡിന്നർ അതായിരുന്നു. ശ്രുതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ടിങ് മാത്രമല്ല മോഡലിംഗ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് നമ്മുടെ SRKയുടെ കൂടെ അവർ അഭിനയിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? പക്ഷെ അതിപ്പോൾ റിലീസായിട്ട് കഴിഞ്ഞ 2 വർഷം മുമ്പാണ്. അതെ, 2 വർഷം മുമ്പാണ് അത് റിലീസായത്. കഴിഞ്ഞ IPLന്റെ സമയത്ത് ഭയങ്കരമായിട്ട് അവർ പ്ലേ ചെയ്യുന്നു. ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഷാറുഖിനെ ചോദിച്ചു, സെറ്റപ്പ് ലൈറ്റ് എന്താ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്നെക്കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഡു യു ലൈക്ക് ടു ഡ്രിങ്ക് കോഫി? യെസ്, ഐ ലൈക്ക് ടു ഡ്രിങ്ക് കോഫി. ഷാറുഖിൻ്റെ കൂടെ ഇരുന്ന് കോഫി കുടിച്ച് ഹി ആസ്ക്ഡ് മീ അബൌട്ട് മൈ ലൈഫ് ആൻഡ് മൈ ജേർണി. അപ്പോൾ അത് വളരെ ഒരു 1-on-1 കോൺവെർസേഷൻ ആയിരുന്നു. അവർ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കും. യു ആർ ദി ഓൺലി പേഴ്സൺ ഇൻ ദ ഹോൾ വേൾഡ് ഫോർ ഹിം. ഭയങ്കര ഒരു ഇറ്റ്സ് എ മാർക്ക് ഓഫ് എ ജെന്റിൽമാൻ, ഇറ്റ്സ് എ മാർക്ക് ഓഫ് എ ഓണസ്റ്റ് ഹ്യൂമൻ ബീയിങ് / ആക്ടർ. സോ ഞാനിപ്പോൾ ക്ലബ് ഓഫ് RJ ആണ്. റോയി ഒരു RJ അല്ലായിരുന്നു. ഓക്കെ, RJ ലൈഫിൽ എങ്ങനെയാണ് സിനിമ ലൈഫിലേക്ക് ഷിഫ്റ്റ് ആയത്? ആക്ച്വലി ഞാൻ സിനിമ ലൈഫ് വരാൻ വേണ്ടിയാണ് ഞാൻ RJ ആയത്. സോ അത് ദുബായിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. ദുബായിലെ RJ ഉണ്ടായിരുന്നു. സോ ഇവിടുന്ന് ദുബായ് പോകുമ്പോൾ ഒട്ടും കണക്ട് ഇല്ലാതെ പോയി. സോ പിന്നെ അതിനുശേഷം പേഴ്സണൽ സാഹചര്യം കൊണ്ട് ഞാൻ തിരിച്ചും ചെന്നൈക്ക് വന്ന് പിന്നെ 2009 ഞാൻ ഐ സ്റ്റാർട്ടഡ് സിനിമ. ഓക്കെ, സിനിമയിൽ ഫസ്റ്റ് മൂവി ഏതായിരുന്നു ചെയ്തത്? നാൻ. നമ്മുടെ വിജയ് ആന്റണി. ഓക്കെ, രാക്ഷസനിലേക്ക് എങ്ങനെയായിരുന്നു? രാക്ഷസനിൽ ഒന്ന് ഡയറക്ടർ രാംകുമാർ ഒന്ന് ഈ ചാനലില് കലഞ്ഞർ TV ഉണ്ട്, അതിലൊരു മത്സരം ഉണ്ടായിരുന്നു, ഒരു കോമ്പറ്റീഷൻ, ഒരു നാളെ ഏക്കുണർ, അതായത് നാളത്തെ സംവിധായകൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ. സോ അതിൽ പുള്ളി സീസൺ 2 കോമ്പറ്റീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ പുള്ളി അടുത്ത് ചൈന ടീ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ നിന്ന് ത്രൂ ആയിട്ട് വരുമ്പോൾ പുള്ളിയുടെ നെക്സ്റ്റ് ഫീച്ചർ ഫിലിമാണ്, ഫസ്റ്റ് ഫീച്ചർ ഫിലിം, അതായത് ഷോർട്ട് ഫിലിമിൽ നിന്ന് നെക്സ്റ്റ്
ചെയ്തത് മുണ്ടാസ് പട്ടി എന്ന് പറഞ്ഞു. അറിയാം, വിഷ്ണു വിശാൽ ഫോട്ടോയെ പേടിക്കുന്ന ഒരു ഗ്രാമം, മരിച്ചു പോകുന്ന ഒരു മിത്ത്. രാംകുമാർ. രാംകുമാർ. പിന്നെ അതിലൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് രാക്ഷസൻ. എൻ്റെ റോള് സത്യമായിട്ട് ചെയ്യുന്നത് മുമ്പേ വേറെ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു വലിയ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പുള്ളിയുടെ ഡേറ്റ് ഷോ എന്താണെന്ന് അറിയുന്നില്ല എനിക്ക്. അത് എനിക്ക് വന്നത് ഭയങ്കര ടെറർ ക്യാരക്ടറായിരുന്നു. റോഷൻ മാത്യു ഇപ്പം നമ്മുടെ പ്ലേസ് ഒരുപാട് ചെയ്യുന്ന ഒരാളാണ്. ബൈപാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്? ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ബൈപ്പാസിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, ഞാനതിൽ പുറത്ത് നിന്ന് അതിലൊരു ഫെസിലിറ്റേറ്ററായിട്ട് നിന്ന് സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ടുള്ളൊരു ആളായിട്ട് നിന്നിട്ടുള്ളൂ. സിനിമയിൽ വരുമ്പം എനിക്ക് തോന്നുന്നു കുറേ എലമെൻറ്റ്സ് ഒക്കെ നമ്മൾ എസെൻഷ്യലി ഇപ്പോൾ ആക്ടിങ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ എസെൻഷ്യലി നമ്മുടെ കോർ വർക്ക് സെയിമാണ്. നമ്മൾ ഭയങ്കര സത്യസന്ധമായിട്ടൊരു ക്യാരക്ടറിനെ ആ ക്യാരക്ടറിൻ്റെ ഒരു നിർണായകമായിട്ടുള്ളൊരു മൊമെൻറ്റും അവതരിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അത് ആൾക്കാർക്ക് കൺവിൻസിങ് ആവണം, അത് എൻ്റർടൈനിങ് ആവണം, ഇതൊക്കെ തന്നെയാണ്. ഇതിലെ പല കാര്യങ്ങളും പ്ലേ ചെയ്യുന്ന മീറ്ററുകൾ വ്യത്യാസമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ തിയേറ്ററിൽ നമ്മൾ ലൈവായിട്ട് ഇത് ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും പ്ലേ ചെയ്ത് പോവുക. സിനിമയിൽ അങ്ങനെയല്ല, അത് ഇടയ്ക്കിടയ്ക്കൊന്നൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ വേറൊരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യേണ്ടത് കുറച്ച് ഇമോഷൻസ് ക്യാരി ചെയ്യാൻ കുറച്ച് അത് രണ്ട് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ എസെൻഷ്യലി ആ വർക്ക് സെയിം ആണെങ്കിലും പിന്നെ ലൈക്ക് സിമിലാരിറ്റീസ് ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടും ഭയങ്കര കൊളാബറേറ്റീവ് ആർട്ട് ഫോംസ് ആണ്. രണ്ടും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. കൂടെയുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും കൂടെ നിന്ന് വർക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇത് ക്രിയേറ്റ് ചെയ്ത് പോവുക എന്നുള്ള ഒരു ആംഗിളിൽ തന്നെയാണ് രണ്ടും അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൽ സിമിലാരിറ്റീസും ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് റൗണ്ടിലാണ് പോലീസ് റോൾ ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ആൾക്കാർ എല്ലാവരും ആ ഒരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിലെ പോലീസ് ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് കുറച്ചുകൂടി ഇമോഷണൽ സൈഡൊക്കെയാണ് അതിൽ കാണിച്ചത്. പക്ഷെ ഇതിനകത്ത് വരുമ്പോൾ കുറച്ചുകൂടെ ധൈര്യശാലിയായിട്ടുള്ള ഭയങ്കര ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു തിങ്കിങ് കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റ് മാർക്ക് ചെയ്ത് വെച്ച് പഠിച്ചെടുത്ത രണ്ടും? ഇത് ശരിക്കും അത് റൈറ്റിങ്ങിൽ തന്നെയുള്ള വ്യത്യാസമാണല്ലോ ഈ പറഞ്ഞത്. ഇപ്പോൾ ഷാഹി എഴുതിയിരിക്കുന്നത് ദിന്നാദ് എന്ന് പറയുന്ന ക്യാരക്ടർ അവനെ ഡ്രൈവ് ചെയ്യുന്ന ഇമോഷൻ ഒന്നുമല്ല ഇതിനകത്ത് അജീബ് റഹ്മാൻ എന്ന് പറയുന്ന ഈ പ്രൊബേഷൻ എസ്ഐനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ റൈറ്റിങ്ങിനുള്ള ഡിഫറൻസ് നമ്മൾ ചെയ്യുന്നതിനകത്ത് വരുത്താൻ ശ്രമിക്കുക. റൈറ്റിങ്ങിനോട് മാക്സിമം ഓണസ്റ്റ് ആയിട്ട് നിന്ന് പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ സിനിമ ചെയ്യുമ്പോൾ ഒരു ദിവസം പോലും കോൺഷ്യസ്ലി റോന്ത് അവിടെ കിടപ്പുണ്ടല്ലോ, അതിലെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതുപോലെ ആവരുതല്ലോ എന്നൊന്നും ആലോചിച്ചിട്ടില്ല. കാരണം നമുക്ക് പുറത്തിരിക്കുന്ന ഇപ്പോൾ പപ്പേട്ടനാണ് മോണിറ്ററിൽ ഇരിക്കുന്നത്, അജയ് ചേട്ടനാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇതിൻ്റെ ടീമിൽ നമുക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ ആകുമ്പോഴാണല്ലോ ഒരു സിനിമ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അനാവശ്യ സിമിലാരിറ്റിയോ അല്ലെങ്കിൽ റെപ്പിറ്റേറ്റീവ്നെസ്സോ ഒക്കെ വരുമെങ്കിൽ ദേ വിൽ കോൾ ഇറ്റ് ഔട്ട് എന്നുള്ളൊരു ട്രസ്റ്റിൽ നമ്മൾ പോവുക. ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പ് ചെയ്ത ക്യാരക്ടറിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇത് ആക്ച്വലി സിമിലർ ക്യാരക്ടേഴ്സേ അല്ല, രണ്ടുപേരും പോലീസ് യൂണിഫോം ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് തമ്മിൽ അപ്പൊ ഞാൻ തന്നെ ഇത് രണ്ടും ചെയ്തത് കൊണ്ട് എൻ്റെ രൂപത്തിലുള്ള സാമ്യത്തിനപ്പുറം ഈ ക്യാരക്ടേഴ്സിൽ അങ്ങനെ വലിയ സിമിലാരിറ്റീസ് ഒന്നുമില്ല. ബോത്ത് ആർ ഇമോഷണൽ ഹ്യൂമൻ ബീങ്സ് ബട്ട് ദി ഇമോഷൻസ് ഡ്രൈവിംഗ് ദം ആർ വെരി ഡിഫറെൻറ്റ്. ഓക്കെ, താങ്ക് യു. ശ്രുതി 20 ആണിത്. ആക്ച്വലി 20ാമത്തെ പടമല്ലേ ഇത്? ഐ തിങ്ക് സോ. ഇത് 20ാമത്തെ പടമാണ്. ആണോ? 20 മൂവീസ് ആയി. താങ്ക് യു. അപ്പോൾ ഈ മൂവിയിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഡയറക്ടർ പത്മകുമാർ സാർ ഇതിനു മുമ്പ് ഒരുപാട് ഫിലിംസ് എടുത്ത് ഇതിന് നമ്മുടെ രാജുവേട്ടന് വരെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വാസ്തവ മൂവിയുടെ ഒക്കെ ഡയറക്ടറാണ്. അപ്പം ആസ് ആൻ ഒരു സിനിമ അഭിനയിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ആ ഒരു സ്കില്ലിനെ എത്രത്തോളം മോൾഡ് ചെയ്തിട്ടുണ്ട് പുള്ളി? പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഐ ഹാഡ് ദിസ് കുറേ നാളുകൾക്ക് മുമ്പ് ഐ വോണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം. ഒരു പ്രോജക്റ്റിന് എന്തോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ആ ഒരു സംഭവം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ്സ് ഓൾവേസ് പുതിയ വേറെ ഡയറക്ടേഴ്സ് ആൻഡ് വേറെ സ്റ്റോറീസ്. യു ആസ് എൻ ആക്ടർ യു വോണ്ട് ടു വർക്ക് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ. അപ്പോൾ പപ്പേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ആ ആഗ്രഹം ഉണ്ടായ കാരണം ഐ വാസ് എ ലിറ്റിൽ നെർവസ് ഓൾവേസ് സെറ്റിൽ വരുമ്പോൾ. ആൻഡ് പപ്പേട്ടൻ വളരെ ശാന്തമായൊരു ക്യാരക്ടറാണ്. സെറ്റിൽ പോയിട്ടൊരു ടേക്ക് കഴിഞ്ഞിട്ടൊന്നും പറയില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ ഇങ്ങനെ നോക്കി മറ്റവരുടെ റോഷൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല, ഒന്നും പറയാറില്ല. ഡിഡ് ഹി ടെൽ യു എനിത്തിങ്? അത്ര ഒന്നും പറയാറില്ല. പക്ഷെ പപ്പേട്ടൻ എല്ലാം ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ശരിക്കും മനസ്സിലാക്കി തരും. എന്നിട്ട് ഹി ഗിവ്സ് യു ദ ഫ്രീഡം ടു ഡു യുവർ തിങ്. അത് വളരെ വർക്കൗട്ട് ആയാതെ ഇരുന്നാൽ ഹീൽ കം ആൻഡ് ടെൽ യു ഇതൊന്നും നമുക്ക് മാറ്റി നോക്കാം, അല്ലെങ്കിൽ ഒന്നും പറയില്ല. സോ ദാറ്റ് ഗേവ് മി എ ലിറ്റിൽ ടൈം ടു എക്സ്പെരിമെൻറ്റ്. കുറച്ചൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നോക്കി. ഇറ്റ് ജസ്റ്റ് യു
ക്യാരക്ടറിനെ എങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് ക്യാരക്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്ത് വരാൻ ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. പപ്പേട്ടൻ ജസ്റ്റ് ലെറ്റ്സ് യു ബി. അത് ഓക്കെ ടേക്കുന്ന എപ്പോൾ അറിയാച്ചാൽ വേറെ ഏതെങ്കിലും സെറ്റപ്പ് മാറ്റുമ്പോഴേ അറിയോ ഓ നമ്മൾ പാസ്സായി. അതെ ശരിക്കും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് അവരാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പപ്പേട്ട ഒന്നും കൂടി ഒന്ന് ട്രൈ ഓക്കെയാണ് അത് നമുക്കൊരു അത് ഓക്കെ ആയി അസോസിയേറ്റിന്റെ അടുത്ത് പറഞ്ഞ് വേറെ സെറ്റപ്പ് വേറെ പരിപാടി എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പോഴാണ് നമ്മൾ അവിടെ നിന്നുകൊണ്ടിരിക്കും ഓ വൺ മോർ ആണോ ഇത് എന്താ ഇത് ഒരു വേറെ പണിക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റോഷൻ പറഞ്ഞ പോലെ ആ ഒരു ട്രസ്റ്റ് നമുക്ക് വേണം നമ്മുടെ ഡയറക്ടറിന്, നമ്മുടെ സിനിമാറ്റോഗ്രാഫറിന് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് ആക്ച്വലി ഒരു സസ്പെൻസ് പടമല്ലേ? സസ്പെൻസ് ഉള്ള മിസ്റ്ററി എലമെന്റ് ഉള്ള പടമല്ലേ? കുറച്ച് സസ്പെൻസും മിസ്റ്ററി ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. മിസ്റ്ററി ലാസ്റ്റ് എന്തോ ഒരു സംഭവം വരുന്നു എന്നുള്ളൊരു. അതെ അതാ ഞാൻ പറഞ്ഞു, ഈ കഥയുടെ പോക്ക് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ അത് വർക്ക് ആയാലാണ് ഈ സിനിമ വർക്ക് ആവുക. ഇറ്റ്സ് നോട്ട് ഓൺലി ഇറ്റ്സ് ക്രൈം ത്രില്ലർ സസ്പെൻസ് അങ്ങനെ പറയാൻ പറ്റത്തില്ല, അതും ഉണ്ട് ഇതിൽ. ഇമോഷണൽ സൈഡ്. യെസ് ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം. ഓക്കെ, സോ ഓൾ ടുഗദർ ആയിട്ട് കുറെ ഉണ്ട് അതില്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പടം കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചെങ്കിൽ ഞങ്ങൾ പറയുന്ന അതേ ആൻസർ ആണ് നിങ്ങളും പറയുന്നത്. ഇമോഷണൽ ഒരു കോർ എലമെന്റിൽ സ്റ്റോറി പറയുന്ന ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ. ഇവരുടെ കൂടെ സീൻസ് ഉണ്ടോ? കോമൺ സീൻസ് ഉണ്ടോ? ശ്രുതിയുടെ കൂടെ നമുക്ക് പറയാം. എനിക്ക് ഓ ഹസ്ബൻഡ് ആയിട്ട്. അപ്പോ അങ്ങനെയും പറയാം. അല്ലേ, എനിക്ക് ട്രെയിലർ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ജഡ്ജ് ചെയ്തിട്ടാണ്. അങ്ങനെയൊക്കെ തന്നെ. അതാണോ സസ്പെൻസ്? അയ്യോ എന്നാ എങ്ങനെയാണെന്ന് പറയാതെ ഹൗ ടു ടെൽ യു ആദർശ്. റോഷന്റെ കൂടെ ഒരു ഇടിയും പിടിയെല്ലാം ഉണ്ടായിരുന്നു. ശരിക്കും ഇടിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇടിയെന്ന് പറഞ്ഞിട്ട് ഞാനല്ലേ കുഴിക്കാത്ത വീണത്. എന്നെ കൊണ്ടല്ല, ഞാൻ തന്നെ ഓടി ഒരു കുഴിക്കാത്ത വീണു. ഫസ്റ്റ് ഞങ്ങളുടെ ചേസ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഓടി നേരെ എന്നെ ചേസ് ചെയ്തപ്പോൾ ഞാൻ റൈറ്റ് അടുത്ത് ഇങ്ങനെ നിന്ന് പുള്ളി സൈറ്റ് ആയിട്ട് പോയിട്ട് ഒരു ഞാൻ നല്ല സ്പീഡിലാണ് ഓടി വന്നത്. അപ്പൊ ഈ ശരിക്കും വീണ ശരിക്കും വീണു ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ ഞാൻ വീണ് കഴിഞ്ഞപ്പോ എന്റെ തല വരെ ഡിസപ്പിയർ ആയി. അത്രയും ആഴമുണ്ട് കുഴിക്കകത്ത്. ഞാൻ നിൽക്കുകയായിരുന്നു കുഴിയില്. ഫോറസ്റ്റിൽ ഫൈറ്റ്. ആ അന്ന് അവിടുന്ന് ഏത് നാട്ടിലായിരുന്നു? നമ്മള് കൂർഗായിരുന്നു. അത് കൂർഗ് ഫൈറ്റ്, നമ്മുടെ ഫൈറ്റ് ഫോറസ്റ്റില് പാലക്കാട് അതിലേക്കുള്ള ലീഡാണത്. ഇത് കർണാടക കേരള ബോർഡറിൽ നടക്കുന്ന സ്റ്റോറിയാണ്. സ്റ്റോറി ധർമ്മടം അങ്ങനെ ബേസിക്കലി സ്റ്റോറി കുറച്ച് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒറിജിൻ ഇന്നൊരു സ്ഥലത്താണ്, ധർമ്മടത്താണെന്നൊക്കെ പറയാം. ഞങ്ങളുടെ തമിഴരായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മൂവി നെക്സ്റ്റ് ലീഗ് വന്ന് ശ്രുതിക്ക് അവിടെയാണ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. തമിഴ് ഇൻഡസ്ട്രി ഓപ്പൺ ആവും തീർച്ചയായും. ഇതാണ് ഒരു സ്റ്റാർട്ടിങ് അല്ലേ? എന്തായാലും നെക്സ്റ്റ് ഒരു സക്സസ്ഫുൾ മൂവി ആയിട്ട് മാറട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് ഓഫ്. താങ്ക് യു.